രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ട് പോകുമെന്ന ചർച്ച ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിംഗ് ആണ്. രോഹിത് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. ഇന്ന് സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റിന് മുന്നേ നടന്ന പ്രസ് മീറ്റിൽ രോഹിത് ശർമ്മയോട് ഇക്കാര്യം ചോദിച്ചു. പക്ഷേ രോഹിത് ഈ സമയത്ത് ദേഷ്യപ്പെട്ടു. തന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുതെന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത്. രോഹിത് ശർമ്മ കട്ട കലിപ്പിലാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. മുംബൈ മാനേജ്മെന്റും രോഹിത് ശർമ്മയും തെറ്റിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ RCBയിലേക്ക് പോകുമെന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട്. ഇനി രോഹിത് ശർമ്മ RCBയിലെത്തിയാൽ അവരുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മ RCBയിലെത്തിയാൽ രോഹിത് ആയിരിക്കും അവരുടെ ക്യാപ്റ്റൻ. അതുമാത്രമല്ല RCB ടീമിലെ ഓപ്പണിംഗിലും മാറ്റം വരും. നിലവിൽ ഡുപ്ലസിയും കോഹ്ലിയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. രോഹിത് ശർമ്മ എത്തിയാൽ രോഹിത്തും കോഹ്ലിയുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഡുപ്ലസി 1 ഡൗണിൽ കളിക്കും. 4-ാം സ്ഥാനത്ത് മാക്സ്വെല്ലും 5-ാം സ്ഥാനത്ത് ഗ്രീനുമുണ്ട്. അതുപോലെ ഫിനിഷറായിട്ട് ദിനേശ് കാർത്തികും ടീമിലുണ്ട്. ഇത്രയും മികച്ച ഒരു താരനിരയുള്ള മറ്റൊരു ടീം IPL ഇല്ല. രോഹിത് ശർമ്മ RCBയിലെത്തിയാൽ അത് RCBയുടെ ഭാഗ്യമാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും ഒന്നിക്കാൻ വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. രോഹിത് ശർമ്മ RCBയുടെ ക്യാപ്റ്റനായി വരുന്നത് ഇപ്പോഴേ ആരാധകർ സ്വപ്നം കണ്ടു തുടങ്ങി. ട്രേഡ് വിൻഡോ BCCI ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാർച്ച് 22 വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോഴത്തെ ടീമിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും മറ്റു ടീമിലേക്ക് ചേക്കേറാൻ സാധിക്കും. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് രോഹിത് ശർമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. രോഹിത് ശർമ്മ മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു. 5 കിരീടങ്ങൾ മുംബൈക്ക് വേണ്ടി രോഹിത് ശർമ്മ നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി. അതിൻ്റെ ദേഷ്യം രോഹിത്തിനുണ്ട്. പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിക്കാൻ രോഹിത്തിന് താല്പര്യം ഇല്ലെന്നാണ് റിപ്പോർട്ട്. രോഹിത്തിന് വേണ്ടി വലിയ ടീമുകളാണ് രംഗത്തുള്ളത്. ഇതിലെ മറ്റൊരു ടീമാണ് ഡൽഹി. പക്ഷേ രോഹിത് പോകുന്നുണ്ടെങ്കിൽ RCBയിലേക്ക് ആയിരിക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.